എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കാണണേ. 2026 ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ എല്ലാ എണ്ണത്തിനെ ഞാൻ പൊട്ടിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. ശരിക്കും 2026 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 3 ദിവസമാകുന്നു എങ്കിലും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഈ ഒരു പുതിയ വർഷത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും, അപ്പോൾ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോ എന്ന്? അതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന വീഡിയോകളാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ചെയ്ത് വെച്ച വീഡിയോകൾ സെറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇതാണ് ശരിക്കും 2026 ഫസ്റ്റ് വീഡിയോ. ഇന്ന് തന്നെയാണ് ഞാൻ 2026 ഫസ്റ്റ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ശരിക്കും ഈ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെറിയൊരു ഭാഗം കാണിച്ചു തരും. അത് കണ്ടിട്ട് ഇത് AI വീഡിയോസ് ആണോ അല്ലെങ്കിൽ AI ആണോ എന്നൊന്നും ആരും ഡൗട്ട് അടിക്കല്. AI ഒന്നും അല്ല, അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇന്നത്തെ കാലത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതം തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളുടെയൊക്കെ വായിൽ നിന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം. കൊച്ചു കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് മക്കളുടെയൊക്കെ വായിൽ നിന്നൊക്കെ ഓരോന്ന് വീഴുന്നത്. നമ്മുടെയൊക്കെ ബാല്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുമാതിരി മണ്ണുണ്ണി പിള്ളേരായിരുന്നു. നമ്മൾ മണ്ണപ്പം ചുട്ട് കളിക്കാനും കടലാസ് വെള്ളം ഉണ്ടാക്കി കളിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊള്ളാവോളായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറയുമ്പോൾ അതിനു മുമ്പ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഒരു വീഡിയോ എന്ന് വെച്ചാൽ 2026 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആരുടെയും കുറ്റവും കുറവും ഒന്നും പറയാതെ വളരെ സന്തോഷത്തോടു കൂടി വളരെ മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ എന്തായാലും എനിക്ക് അത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ഒരു ചെറിയ കുട്ടിയുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ മോൾക്ക് വേണ്ടിയിട്ട്, ഒരു മോളാണ്, ഈ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും, അത് ജാതി ഭേദമന്യേ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുത്താണ്, നിങ്ങളുടെ ഭാഗ്യമാണ് ഈ ഒരു കുട്ടി. എല്ലാ മക്കളും എല്ലാ മാതാപിതാക്കളുടെയും ഭാഗ്യം തന്നെയാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു മോൾക്ക് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും മുളകും ഒക്കെ ഒഴിഞ്ഞിടുക നമ്മൾ നാട്ടുമ്പുറത്തുകാരൊക്കെ ചെയ്യുന്നൊരു കാര്യം കേട്ടോ അത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു മോള് കുഞ്ഞു പ്രായത്തിലെ പഠിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പഠിപ്പിച്ചു കൊടുത്തത് ഉമ്മച്ചിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ഉമ്മച്ചിക്ക് ഇരിക്കട്ടെ എൻ്റെ വലിയ ഒരു നമസ്കാരം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കാം. എല്ലാ സൂറത്തിനും പേരും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ? ഇത് ആരാ പഠിപ്പിച്ചെന്നേ? ഉമ്മ. ഓക്കെ. കാര്യങ്ങളൊക്കെ ഈ ഒരു പൊന്നുമോൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അവളുടെ ഉമ്മച്ചിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉമ്മച്ചിക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ വേണം കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മോള് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന ആളുകളായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. എല്ലാ സൂറത്തിനും പേരും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ? ഇത് ആരാ പഠിപ്പിച്ചെന്നേ? ആത്തിയ, ബക്കറ, ആലിംറൻ, നിസാ, മാഇദ, അൻആം, അറഫ്, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, യൂസുഫ്, ഹദ്, ഇബ്രാഹിം, ഹിജ്ർ, നഹ്ൽ, ഇസ്രായേൽ, കഹ്ഫ്, മറിയം, ത്വാഹ, അംബിയ, ഹജ്ജ്, മുഅ്മിനൂൻ, നൂർ, ഫുർഖാൻ, ശറ, നംൽ, ഖസസ്, അൻകബൂത്ത്, റൂം, ലുഖ്മാൻ, സജദ, അസാബ്, സബഅ, ഫാത്തിർ, യാസീൻ, സഫത്ത്, സ്വത്ത്, സുമർ, ഹാഫർ, ഫുസിലത്ത്, ശൂരിയ, ദുഹാൻ, ജാസിയ, അൽകഫ്, മുഹമ്മദ്, ഫതഹ്, ഉജറത്ത്, കഫ്, രാരിയാത്ത്, തൂർ, നജ്ം, ഖമർ, റഹ്മാൻ, വാക്കിയ, ഹദീദ്, മുറബല, അഷ്ർ, മുൻതഹിന, സഫ്, ജുമ, മുനഫിർ, തുലാഖ്, തഹ്രീം, മുൽക്ക്, കലം, ഹാക്ക, മഹാരീജ്, നൂഹ്, ജിന്ന്, മുസമ്മിൽ, മുത്തസിർ, ഖിയാമ, ഇൻസാൻ, മുസലാത്ത്, നബഅ, നാസിയാത്ത്, അബസ്, തകബീർ, ഇൻഫിത്വാർ,
طفيفين انشقاق برج طارق أعلى رشيا فجر بلد شمس ليل ضحى شرح دين علق قدر بينة زلزلة عادية كارية تكاثر حصر أمزة فيل قريش معون كوثر كافرون نصر وسط كلاس فلك ناس. മാഷാ അല്ലാ, ഒറ്റ വീട്ടിൽ പറഞ്ഞു തീർത്തല്ലോ. ഇത്ര സമയം മതി ഇതിന്? ഞാൻ കൊറേ സമയം വേണമെന്ന് വിചാരിച്ചു. കയ്യൻസ് സൂപ്പറായിട്ടാ. അപ്പൊ ഇഷ ഫാത്തിമ അടിപൊളി പൊടി. ഇവന്റെ വീഡിയോ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്താ രണ്ടുപേർക്ക് സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞ സമ്മാനം ഇഷ്ടമായോ? എൻ്റെ തമ്പുരാനെ ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഇത്രയും ചെറിയ ഒരു കുഞ്ഞ് ഇത്രയേറെ കാര്യങ്ങൾ, ഇത്രയേറെ എന്താണ് സൂറത്തുകൾ എന്ന് പറയുന്നു, എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ സൂറത്തുകളെല്ലാം ഒന്നുപോലും തെറ്റാണ്ട് ഇത്രയധികം മനോഹരമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി പറയാനായിട്ട് ഈ ഒരു കുട്ടിക്ക് സാധിച്ചതിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു. പിന്നെ ഈ കുട്ടിയെ അതിന് പഠിപ്പിച്ചു കൊടുത്തത് അതിൻ്റെ ഉമ്മയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു മോൾക്ക് ഈ ഇത്രയും പൊടി പ്രായത്തിൽ തന്നെ ഇത്രയധികം സൂറത്തുകളൊക്കെ എന്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഈ മോള് തന്നെ പറഞ്ഞു തരും എന്തിനാണ് ഉമ്മച്ചി ഇത് പഠിപ്പിച്ച് കൊടുത്തതെന്ന്. അത് കേട്ടിട്ട് വരാം. എല്ലാ സൂറത്തിനും പേരും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചില്ലേ? ഇത് ആരാ പഠിപ്പിച്ചെന്നേ? ഉമ്മ. ഓക്കെ. ഇത് പഠിക്കാനുള്ള കാരണം എന്താ? ഇപ്പൊ എന്താ പറഞ്ഞേ? ദുബായി കൊണ്ടുപോകുന്നു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ദുബായി കൊണ്ടുവന്നു. ഇപ്പൊ ദുബായിലല്ലേ? യൂസുഫ് ഇബ്രാഹിം നഹ്ൽ ഇസ്രായേൽ കഹ്ഫ് മറിയം ത്വാഹ അംബിയ ഹജ്ജ് മുഅ്മിനൂൻ നൂർ ഫുർഖാൻ ഷറഅ നംൽ ഖസസ് അൻകബൂർ റൂം ലുഖ്മാൻ സജദ അസാബ് സബഅ ഫാത്തിർ യാസീൻ സഫത്ത് സ്വത് സുമർ ഹസർ ഫുസിലത്ത് ഷൂരിയ दुहान जासिया हरकाफ मोहम्मद फतह उजरत काफ यारियात तूर नजम कमर रहमान वाकिया हदीद मुरबला अशर मुनतहिना सफ़ जुम्मा मुनफिर दुआब तुलाक तहरीम मुल्क कलम हाका महारिज नूह जिन्न मुज़म्मिल मुत्तसिल कियामा इंसान मुसलत नबअ नाजियात अबस तकबीर इंफितार तौफीफ़ इंशिक़ाक़ बुरूज तारिक आला रशिया फजर बलद शम्स लैल दुहा शरह दीन अलक क़दर बयीना ज़लज़ला आदिया कारिया तकासुर हसर उमज़ा फील कुरैश माउन कौसर काफिरून नसर वसद कलासुर फलक नास. മാഷാ അല്ലാ, ഒറ്റ വീട്ടിൽ പറഞ്ഞു തീർത്തല്ലോ. ഇത്ര സമയം മതി ഇതിന്? ഞാൻ കൊറേ സമയം വേണമെന്ന് വിചാരിച്ചു. കയ്യൻസ് സൂപ്പറായിട്ടാ. അപ്പൊ ഇഷ ഫാത്തിമ അടിപൊളി പൊടി. ഇവന്റെ വീഡിയോ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്താ രണ്ടുപേരും സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞ സമ്മാനം ഇഷ്ടമായോ? അപ്പോൾ ഉപ്പയുടെ കൂടെ വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് മോൾ ഇതൊക്കെ കുത്തിയിരുന്ന് പഠിച്ചത്. എന്തായാലും വളരെ നല്ല കാര്യം. സത്യത്തിൽ സന്തോഷം തോന്നുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെ വേണം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാളേറെ മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷം തോന്നുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ വായിൽ തൊടാതെ ഇംഗ്ലീഷ് ചവച്ചരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് കച്ച എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ പാരൻസിന് ഇതിൽ പരം സന്തോഷമില്ല. ശരിക്കും അതിനും അപ്പുറത്താണ് വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു കാര്യം. അത് പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വിശ്വാസങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആർക്കാണ് സാധിക്കുക? ആർക്കാണ് അതിന് സമയം കിട്ടുക? അങ്ങനെ വിശ്വാസങ്ങളെ പോലും തകർക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസം ഇറങ്ങിയ ലോട്ടറിയുടെ പ്രത്യേകത. ആ ഒരു ലോട്ടറിയിൽ ആർത്തവ രക്തം, അതായത് ശിവലിംഗത്തിൽ ആർത്തവ രക്തം ഒഴുക്കിയ സർക്കാരാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആചാരങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകളും തെമ്മാടിത്തരങ്ങളുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതവിടെ ആ ഒരു സൈഡിൽ നിൽക്കട്ടെ. ഈ ഒരു വീഡിയോയിൽ ഒരു കാരണവശാലും നെഗറ്റീവ് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയോ പറഞ്ഞു വന്നപ്പോൾ അതുകൂടി കയറി വന്നു. അപ്പോൾ അത് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹം അതിൻ്റെ മാതാപിതാക്കൾ സാധിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും നല്ലൊരു മാതാപിതാക്കളാണ് അവർ. കാര്യം ഈ ഒരു മകളെ ഇത്രയും നന്നായിട്ട് ഇതൊക്കെ പഠിപ്പിച്ച് എടുക്കാൻ പറ്റിയ ആ ഒരു ഉമ്മയ്ക്ക് എന്തായാലും ആ ഒരു ഉമ്മയെ പറ്റിയിട്ട് നമ്മൾ എടുത്തു പറയാതിരിക്കുന്നത് ശരിയല്ല. എന്തായാലും ആ മോള് നല്ല രീതിയിൽ വരട്ടെ, നല്ല മിടുക്കത്തിയായിട്ട് തന്നെ വരട്ടെ. ആരും ഈ മുത്തിന് കണ്ണ് വെക്കാതിരിക്കട്ടെ എന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ വീഡിയോയിൽ. വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2026 ആദ്യമായിട്ടിടുന്ന വീഡിയോ ഏതായിരിക്കണമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ശരിക്കും ഒന്നും കിട്ടിയില്ല. ഞാൻ ഏതൊക്കെ ചിന്തിച്ചിട്ടും ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടു നോക്കി. കണ്ടതിൽ മുഴുവനും വിവാദങ്ങളാണ് നമുക്ക് ഇടാൻ പറ്റിയത്. ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ കാര്യമായാലും രേണുസുധിയുടെ കാര്യമാണെങ്കിലും ഇട്ടുമടുത്തതും കേട്ടുമടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, സ്വർണത്തിൻ്റെ സംഭവമാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലോട്ടറിയുടെ സംഭവം ഉണ്ടല്ലോ, ആർത്തവരക്തം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ നമ്മളുടെ പിരി ലൂസായി പോവും, അതായത് കൺട്രോൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വർഷം തുടങ്ങുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മനോഹരമായിരിക്കണം, റിലാക്സേഷൻ ഉള്ളതായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചു. എന്തായാലും ചിന്തിച്ച പോലെ തന്നെ അതിന് പറ്റിയൊരു വീഡിയോ കിട്ടി. എന്തായാലും പൊന്നുമോൾക്ക് 1000 ചക്കരയുമ്മകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.